വിവാഹവുമായി ബന്ധപ്പെട്ട കേസിൽ കുംഭമേള വൈറൽ താരം പെൺകുട്ടിക്കും പങ്കാളി ഫർഹാനുമായി മധ്യപ്രദേശ് പോലീസിന്റെ തിരച്ചിൽ മധ്യപ്രദേശ് പോലീസ് കൊച്ചിയിൽ തുടരുകയാണ്. പെൺകുട്ടിയുടെ മൊഴി എടുക്കണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു പോലീസ് എന്നാണ് അറിയുന്നത്. പെൺകുട്ടിയെ ഹാജരാക്കണമെന്ന് താമസത്തിന് സൗകര്യമൊരുക്കിയവർക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തു. എസ് രാഗിൻ വിവരങ്ങളുമായിട്ടുണ്ട്. രാഗിൻ, കേരള പോലീസ് ഏതെങ്കിലും വിധത്തിൽ മധ്യപ്രദേശ് പോലീസിന് സഹായിക്കുന്ന എന്തെങ്കിലും നടപടികൾ എടുക്കുന്നുണ്ടോ? ഈ മൊഴിയെടുക്കുക എന്നത് നിയമ നടപടിയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അതിന് സാധ്യതകളുണ്ടോ? അതോ ഇത് നിയമപരമായി പരിരക്ഷ തേടി കോടതിയെ സമീപിക്കുകയാണോ പെൺകുട്ടിയും ഭർത്താവും? കുംഭമേളയിലെ വൈറൽ പെൺകുട്ടിയുടെ ഭർത്താവ് ഫർമാനെതിരെ നേരത്തെ പോക്സോ കേസ് മധ്യപ്രദേശ് പോലീസ് എടുത്തിരുന്നു. അതിനുള്ള ആധാരം എന്ന് പറയുന്നത് പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായിട്ടില്ല, വിവാഹ സമയം എന്നായിരുന്നു അവരുടെ കണ്ടെത്തൽ. ഇതിന്റെ ഭാഗമായിട്ട് ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ മധ്യപ്രദേശ് പോലീസ് കൊച്ചിയിൽ എത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം എത്തി പരിശോധനകളൊക്കെ നടത്തിയിരുന്നു. പക്ഷേ ഇവരെ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ പെൺകുട്ടിയെയും ഫർമാനെയും വേണ്ടിയിട്ടുള്ള തിരച്ചിൽ ഇപ്പോൾ പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നു. അവരുടെ ലൊക്കേഷൻ നേരത്തെ തൃക്കാക്കര കാണിച്ചിരുന്നു, അതിനുശേഷം ബിനാനിപുരം കാണിച്ചിരുന്നു എന്നൊക്കെയാണ് മധ്യപ്രദേശ് പോലീസ് പറയുന്നത്. സംസ്ഥാന പോലീസുമായി, കൊച്ചി സിറ്റി പോലീസുമായി ഒക്കെ അവർ ബന്ധപ്പെട്ടിരുന്നു. അതിനിടെ പെൺകുട്ടി പോലീസ് സംരക്ഷണം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കൊച്ചി സിറ്റി പോലീസിനെയും മുഖ്യമന്ത്രിയൊക്കെ സമീപിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശദമായിട്ടുള്ളൊരു അന്വേഷണം നടത്തി മുന്നോട്ട് പോവുകയാണ് ഇപ്പോൾ പോലീസ് സംഘം. അതേസമയം FIR കോഷ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയെ സമീപിക്കേണ്ട ഒരു നീക്കം ഈ പെൺകുട്ടിയും മറ്റുമൊക്കെ നടത്തുന്നുണ്ട്. അതിന്റെ ആലോചനകളിലാണ് എന്നതാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ. അതോടൊപ്പം ഈ പെൺകുട്ടിക്ക് താമസ സൗകര്യം ഒരുക്കി കൊടുത്ത, പെൺകുട്ടിക്കും ഭർത്താവിനും ഒക്കെ താമസ സൗകര്യം ഒരുക്കി കൊടുത്ത ആളുകളോട് അവരെ ഹാജരാക്കണമെന്നൊരു ആവശ്യം മധ്യപ്രദേശ് പോലീസ് കൈമാറിയിട്ടുണ്ട് എന്ന വിവരം കൈമാറിയിട്ടുണ്ട് എന്ന കാര്യവും ലഭ്യമാവുകയാണ്. എന്തായാലും കൊച്ചി സിറ്റി പോലീസിനോട് ഒരു സംരക്ഷണം വേണമെന്ന് പെൺകുട്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ അപേക്ഷ പോലീസിന് മുന്നിലുണ്ട്. അതോടൊപ്പം മധ്യപ്രദേശ് പോലീസും കൊച്ചി സിറ്റി പോലീസുമായി ബന്ധപ്പെടുന്നുണ്ട്. അവര് അസിസ്റ്റൻസ് ഉൾപ്പെടെ ആവശ്യപ്പെടുന്നുണ്ട് എന്നതാണ് ലഭ്യമാകുന്ന വിവരം. എന്തായാലും കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോഴും മധ്യപ്രദേശ് പോലീസ് തുടരുകയാണ്. കൊച്ചിയിലും അതുമായി ബന്ധപ്പെട്ട ഇടങ്ങളിലും ഈ പെൺകുട്ടിയുടെ മൊഴി അടിയന്തരമായി രേഖപ്പെടുത്തുക എന്നതാണ് അവരുടെ മുന്നിലുള്ളത്. പെൺകുട്ടി പറയുന്നത് തനിക്ക് 18 വയസ്സായിട്ടുണ്ട്, തന്നെ ബലപ്രയോഗിച്ച് മധ്യപ്രദേശത്തേക്ക് കൊണ്ടുപോകാനുള്ള ഒരു നീക്കം നടത്തിക്കൊണ്ടിരിക്കുകയാണ്, അത് അനുവദിക്കരുത് എന്നതാണ് അവരുടെയും ആവശ്യം.